ഹായ്, ഞാൻ രശ്മി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കോഴികൾ മുട്ടയിടാത്തതിൻ്റെ പ്രധാന കാരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അരി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോകളെല്ലാതനും ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്, കോഴികൾ സ്ഥിരമായിട്ട് മുട്ട ഇടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. സ്ഥിരമായിട്ട് കോഴികൾക്ക് മുട്ട ഇടാനായിട്ട് കൊടുക്കാവുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. കോഴികൾ സ്ഥിരമായിട്ട് മുട്ടയിടാനായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ചില മരുന്നുകൾ അതുപോലെ ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്താലാണ് അവർ സ്ഥിരമായിട്ട് മുട്ടയിടാൻ നോക്കുക. കാരണം ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് അത് ഉപകാരമാവും. അത് മറ്റുള്ള കൂട്ടുകാർക്കുണ്ടെങ്കിൽ നിങ്ങളതും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ക്രമേണ ഈ മുട്ട ഉൽപ്പാദനം കുറയുന്നത് പൊതുവെ മഴ അങ്ങനെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ മുട്ട ഉൽപ്പാദനം കുറയുന്നത്. കാരണം വേണ്ടത്ര സൂര്യപ്രകാശം ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവാണ്, വെയിൽ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട ഇടാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാവുമ്പോഴും നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം അവർക്ക് കിട്ടണം. അത് കേജിലിട്ട് വളർത്തുന്ന കോഴികളായാലും നെറ്റിലിട്ട് വളർത്തുന്ന കോഴികളായാലും എങ്ങനെയാണെങ്കിലും സൂര്യപ്രകാശം അത്യാവശ്യം അവർ കൊള്ളണം. എന്നാൽ മാത്രമേ മുട്ട ഉൽപ്പാദനം നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. രണ്ടാമത് പറയാനുള്ളത് വിരമരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ എന്തായാലും വിരമരുന്ന് കൊടുക്കണം. അത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ആയാലും നമ്മൾക്ക് എന്തായാലും കൊടുക്കണം. ഞാനിവിടെ കൊടുക്കുന്നത് അൽബോമറാണ് കേട്ടോ. അൽബോമർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അങ്ങനത്തെ വിരകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അൽബോമർ കൊടുക്കേണ്ടതെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് കാണുക. പലരും അതിൻ്റെ അൽബോമർ കൊടുക്കുന്നതിൻ്റെ അളവ് ഞാൻ ഒന്നും കൂടി പറയാം. പലരും പറയാനായിട്ട് പറയാറുണ്ട്. ഞാൻ വലിയ കോഴികൾക്ക്, അതായത് ഇത്തിരി പ്രായമായിട്ടുള്ള കോഴികൾക്ക് ഞാൻ ഒരു 6 തുള്ളി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. 3-4 മാസം പ്രായമായിട്ടുള്ളവർക്ക് ഒരു 2 തുള്ളി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് എല്ലാ മാസവും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായിട്ട് അവരുടെ പോഷകങ്ങളുടെ അപര്യാപ്തത അതുണ്ടാവാൻ കോഴികൾക്ക് പാടില്ല. അതിനായിട്ട് നമുക്ക് അവരുടെ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ഈ ഗ്രോവിപ്ലക്സും അതുപോലെ തന്നെ വിമറാളും ഒക്കെ തന്നെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ അവരുടെ അകത്തേക്ക് ചെല്ലുന്നതും അത്ര നല്ലതല്ല. അതിനായിട്ട് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതെന്തൊക്കെയാണെന്നല്ലേ, കോഴികളിലെ മുട്ട ഉൽപ്പാദനത്തെ കൂട്ടുന്ന 3 ഇലകളെയാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അത് ഒന്ന് പറയുന്നത് ചായമൻസയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളുടെ ഇവിടെ ധാരാളം ഉണ്ട്. നമ്മുടെ വേലിക്കരികിലൊക്കെ ധാരാളമായിട്ട് ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. മറ്റ് ഇലക്കറികളിൽ നിന്ന് 3 മടങ്ങ് പോഷകമൂല്യം ഇതിന് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ സമ്പന്നമാണ് ഈ ഇല. അയണും കാൽസ്യം വിറ്റാമിൻ എയും സിയും എല്ലാം ധാരാളമായിട്ടാണ് നമ്മുടെ ചായമൻസയിലുള്ളത്. അതുകൊണ്ട് തന്നെ ചായമൻസ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ധാരാളം കോഴികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റെല്ലാ ഇലകളിലും വെച്ചിട്ട് ഏറ്റവും പോഷക സമ്പുഷ്ടമായ ഒരു ഇലയാണ് പപ്പായയുടെ ഇല. അപ്പോൾ പപ്പായയുടെ ഇല നമുക്ക് കിട്ടാൻ ഒരു പ്രയാസം ഇല്ല അല്ലേ, നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ധാരാളം തന്നെ നമുക്ക് കോഴികൾക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ മുട്ട ഉൽപ്പാദനത്തെ ഏറ്റവും കൂട്ടുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലെ ഈ മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പും ഇതൊക്കെ കൊണ്ടിട്ട് സമ്പന്നമാണ് ഈ ഇല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈറ്റോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകമുണ്ട്. അതും കോഴികൾക്ക് ഏറ്റവും നല്ലതാണ്. മറ്റൊരു ഇല എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന മുരിങ്ങയുടെ ഇല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അതെല്ലാവർക്കും അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും എല്ലാ ഡെഫിഷ്യൻസിയും തീർക്കാനുള്ള ഒരു ഇലയാണ് മുരിങ്ങയുടെ ഇല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ മുരിങ്ങയില നമ്മൾ കറി വെച്ച് കഴിക്കുന്നതാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു സവിശേഷതയും അതിൻ്റെ ഒരു വിറ്റാമിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കോഴികൾ കഴിക്കാവുന്ന ഒരു ഇലയും കൂടിയിട്ടാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു ഇല, അതായത് ചായമൻസയുടെ ഇല നിങ്ങളുടെ വീട്ടിലില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒട്ടും പരിഭ്രമപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ ഏതാണോ കിട്ടുന്ന ഇല അത് വെച്ചിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ കുറേ വിറ്റാമിൻ സപ്ലിമെന്റ്, അതായത് ഗ്രോവിപ്ലക്സ് വിമറാൾ ഇതൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട്, അതായത് കുറേ മരുന്നുകൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ബദലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലകളെല്ലാം തന്നെ നമുക്ക് ഓരോ ദിവസം മാറിയിട്ട് അവർക്ക് തീറ്റയിൽ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ ഈ ഇല കൊടുക്കുന്നത് ഒരു ഉച്ച നേരത്താണ് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഇട സമയത്ത്, അതായത് ഉച്ച നേരത്തൊക്കെയാണ് അവർ കൂടുതലായിട്ട് അവർക്ക് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ തിന്നുന്ന ഒരു
ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളമായിട്ട് ആ നേരത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, ഈ പറയുന്ന രീതിയിൽ തന്നെ ഇലകൾ, പപ്പായയുടെ ഇല ചില കോഴികൾ തിന്നില്ല എന്നൊക്കെ. നിങ്ങളുടെ ഏത് ഭക്ഷണമാണോ ഉള്ളത്, അല്ലാതെ നിങ്ങൾ ഏത് ഭക്ഷണമാണോ കോഴികൾക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇലകളെല്ലാം തന്നെ ചേർത്തിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലേ ഇതിനെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അരച്ചിട്ട് നമ്മുടെ ജ്യൂസ് പോലെ ആക്കിയിട്ട് കോഴികൾക്ക് കൊടുത്താലും അത് വെള്ളത്തിൽ കൂടെ ചേർത്ത് കൊടുത്താലും മുട്ട ഉൽപ്പാദനത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.